നടന്ന് വണ്ണം കുറയ്ക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഗുഡ് മോർണിംഗ്. ജീവിതശൈലിയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നമുക്കിന്ന് സംസാരിക്കാം. വരൂ, രാവിലെ ഒരു ജോഗിങ്ങിന് അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന ശീലം ഒട്ടുമിക്ക ആൾക്കാർക്കുണ്ട്. എന്നാൽ എത്ര സ്റ്റെപ്സ് നടക്കണം അല്ലെങ്കിൽ എത്ര ദൂരം ഞാൻ നടക്കണം എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും ധാരണയില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആവറേജ് 1200 to 1300 സ്റ്റെപ്സ് ആണ്. നമുക്കിന്നത് കണ്ടുപിടിക്കാൻ നമ്മുടെ സ്മാർട്ട് വാച്ചുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിനകത്ത് സ്പെഷ്യലായിട്ടുള്ള ആപ്പുകൾ സിമ്പിളി ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ എത്ര കിലോമീറ്റർ നമ്മൾ നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഐഡിയലായിട്ട് 3.5 to 4.5 കിലോമീറ്റർ ആണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യന് ഫിറ്റ്നസ് കീപ്പ് ചെയ്യാൻ. ഇതിൻ്റെ ഉദ്ദേശം മറ്റൊരു മറുവശമുണ്ട്. അതായത് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന കുറേ കൂടെ ബ്രിസ്ക് വാക്കിംഗ്, കുറേ കൂടെ കിലോമീറ്റർ അധികം നടക്കുക. എന്നിരുന്നാലും ചില ആൾക്കാർ 7 കിലോമീറ്റർ 8 കിലോമീറ്റർ ഒക്കെ നടക്കും. വണ്ണം കൂടുതലുള്ള ആൾക്കാർ അല്ലെങ്കിൽ പ്രായം കൊണ്ട് ഡീജനറേഷൻ ആരംഭിച്ച ആൾക്കാരിൽ മുട്ടിൽ നല്ല രീതിയിലുള്ള തേയ്മാനം ഉണ്ടാവും. അവരൊരിക്കലും നടന്ന് വണ്ണം കുറയ്ക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഭക്ഷണത്തിലൂടെയും മരുന്നിലൂടെയും നമ്മുടെ ചിട്ടായിട്ടുള്ള ജീവിത രീതിയിലൂടെയാണ് നമുക്കതിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനകത്ത് ഐഡിയൽ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയുന്നത് 4 കിലോമീറ്റർ എന്ന് വെക്കാം. അതായത് ഏകദേശം 5000 സ്റ്റെപ്സ്. ഇത് കഴിഞ്ഞ് അവരവരുടെ ജോലിയുടെ ഭാഗമായി ഒരു ദിവസം നമ്മൾ പിന്നെയും നടക്കും. അപ്പോൾ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തി ഈ ഒരു 5000 സ്റ്റെപ്സ് ഒരു ദിവസവും മറ്റൊരു 5000 ഡേ ടു ഡേ ലൈഫിൻ്റെ ഭാഗമായിട്ടും കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഐഡിയലായിട്ടുള്ള ഒരു രീതിയായിരിക്കും. ഇതിൽ സെഡൻറ്ററി ലൈഫ് എന്ന് പറയുന്നത്, അതായത് ആക്ടിവിറ്റീസ് തീരെ ഇല്ലാത്ത 3000 സ്റ്റെപ്സിൽ താഴെയാണ് ഒരു വ്യക്തി എല്ലാം കൂടി ഒരു ദിവസം നടക്കുന്നുള്ളൂ എങ്കിൽ അതിനെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറയും. അത് തീർച്ചയായിട്ടും നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ഇന്ന് തൊട്ട് തന്നെ തീരുമാനം എടുക്കുക, ആ മാറ്റത്തിന് വേണ്ടിയിട്ട് തയ്യാറാകുക.